ഇനി എന്തായാലും നമുക്ക് ശ്രീജ ചേച്ചിക്ക് വേണ്ടി കുറേ നല്ല പാട്ടുകൾ പാടി കേൾപ്പിക്കാനായിട്ട് ഒരു മിടുക്കി കുട്ടി ഇവിടെ തയ്യാറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അതിഥിയെ വിളിക്കാനുള്ള സമയമാണ്. അപ്പോൾ നമുക്ക് വിളിക്കാം അല്ലേ? റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ ഇനി കുറെ പാട്ടുകളുമായിട്ട് നമ്മളെ വിസ്മയിപ്പിക്കാൻ എത്തുന്നു സെഹറ ഗഫൂർ. ഹായ്. അതായത് ഈ സെഹറ ഗഫൂർ എന്നൊക്കെ പറയുമ്പോഴേ ഗഫൂർ കാ ദോസ്ത്, ഗഫൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം അതാണല്ലോ, ഗഫൂർ കാ ദോസ്ത് എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ശരി, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സ്കൂളിലും വീട്ടിലും അതുപോലെ പാട്ടിന്റെ വിശേഷമൊക്കെ പറയൂ. പാട്ടിന്റെ ഞാൻ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ഒക്കെ ചെയ്യും. സ്കൂളിൽ നിന്ന് അവരൊക്കെ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കാറുണ്ട്. പിന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ റെഡ് കാർപ്പറ്റിൽ പോകുന്നുണ്ട്, എനിക്ക് ചാനലൊക്കെ പോയി പാടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു ഞങ്ങളൊന്ന് നോക്കട്ടെ എന്ന്. നോക്കട്ടെ എന്താണ് അവിടെ പോയി ചെയ്യാൻ പോണെന്നല്ലേ. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. ആൻഡ് ആദ്യത്തെ ഷോ ആണ് അല്ലേ സെഹറയുടെ? ഒരു TV ചാനൽ ഷോ ആദ്യത്തെ അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ വേറൊരു ചെറിയൊരു കാര്യം ഞാൻ അറിഞ്ഞു. ചെറിയ കാര്യമില്ല, വലിയ കാര്യമാണ്. അതായത് നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പടത്തില് നമ്മുടെ സെഹറക്കുട്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട് അല്ലേ? അതൊരു പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് ഇത്ര ചെറുപ്പത്തില് കടന്നിരിക്കുകയാണ്. വെരി ഗുഡ്. ഏതാ മൂവിയുടെ പേര് പറയൂ? ഭൂമിവിലാസം ഹൈസ്കൂൾ. ഭൂമിവിലാസം ഹൈസ്കൂൾ, അതാണ് സിനിമയുടെ പേര്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അതായത് ഇങ്ങനെ പ്ലേ ബാക്ക് സിംഗിങ് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ ചെവിയിൽ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പേടി ഉണ്ടായിരുന്നോ? ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ പാടിയപ്പോ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. ഇത് ആരാ വിളിച്ചത് ആ പടത്തിലേക്ക് പാട്ട് പാടാൻ? ആസിഫ് അങ്കിൾ ആണോ? അല്ല, ആസിഫ് മ്യൂസിക് ഡയറക്ടർ. ആരാ മ്യൂസിക് ഡയറക്ടർ? കറക്റ്റ് പേര് നമ്മുടെ ഷെരീഫ്. ഷെരീഫ? ഉമ്മയുടെ ഷെരീഫല്ല, വേറെ. കുഴപ്പമില്ല, കുഞ്ഞു കുട്ടികൾക്ക് ഇച്ചിരി മറവിയൊക്കെ ആവാം. വിളിക്കാൻ കാരണം എന്ന് വെച്ചാല് ഒരാള് അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ എന്നെ കൊണ്ട് കുറച്ച് ആൽബത്തിലൊക്കെ, അതായത് കാസറ്റില് ഈ പാടിച്ചപ്പോ ഈ ഞാൻ പറഞ്ഞില്ലേ സിനിമ ഡയറക്ടർ, സിനിമ മ്യൂസിക് ഡയറക്ടർ, അയാളായിരുന്നു ഇതില് മ്യൂസിക് ചെയ്തത്. അപ്പൊ അത് കേട്ടപ്പോ അയാൾ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ കുറെ അങ്കിളുമാര് ചേർന്ന് കണ്ടുപിടിച്ച ഒരു മുത്താണ് നമ്മുടെ സെഹറ അല്ലേ? അപ്പൊ എല്ലാം ഇനിയിപ്പോ ആ സിനിമ വന്നിട്ട് വേണം നമുക്ക് അറിയാൻ. സെഹറയുടെ പാട്ട് കേട്ടിട്ട് വേണം എങ്ങനെയാണ് എന്നറിയാൻ. നമുക്ക് ഇന്ന് തന്നെ അറിയാൻ, കുറച്ചൊക്കെ നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. കാണാനും ഭയങ്കര സുന്ദരിയല്ലേ? വേൾഡ് ബ്യൂട്ടി മാതിരിയല്ലേ ഇരിക്കണേ. അഭിനയിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അറിയില്ല, പക്ഷെ അഭിനയിക്കാൻ ഇഷ്ടമാണ്. ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏത് വയസ്സിലാ പാട്ട് പഠിച്ചു തുടങ്ങിയ? LKG ബാപ്പ പണ്ടേ പാട്ട് പാടുമായിരുന്നു, നമ്മുടെ ഗഫൂറേട്ടൻ. പിന്നെ LKG എത്തിയപ്പോ ഞാനിങ്ങനെ ഇടക്കൊക്കെ കേൾക്കും പാപ്പ ഇങ്ങനെ പഠിക്കുന്നേ. അപ്പൊ അങ്ങനെ പഠിച്ചിപ്പോ LKG ഇങ്ങനെ ഒരു പ്രിപ്പയർഡ് ആയിട്ട് പിന്നെ 1ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങി. 1ാം ക്ലാസ് മുതലാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ആദ്യം പഠിച്ച പാട്ട് അല്ലെങ്കിൽ ആദ്യം സ്റ്റേജിൽ പാടിയ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, പക്ഷെ അതൊരു മാപ്പിളപ്പാട്ടാണ്. അതിനെന്താ, മാപ്പിളപ്പാട്ട് പാടാലോ, നല്ല രസമല്ലേ കേൾക്കാൻ. ഒരു 2 വരി 3 വരി അത്ര മതി. റെഡി? യെസ്. 1 2 3. എന്ത് പാവമാണെന്റെ ഉപ്പ, എന്റെ ജീവനാണെന്റെ ഉപ്പ, എത്ര ത്യാഗം സഹിച്ചുപ്പ, എത്രത്തോളം വളർത്തിയുപ്പ, തിന്മകൾ കണ്ടാൽ അരുതേ പറയും, നന്മകൾ മൊഴിയാൽ തലോടിയുരക്കും, തിന്മകൾ കണ്ടാൽ അരുതേ പറയും, നന്മതൻ മൊഴിയാൽ തലോടിയുരക്കും, मेरे प्यारे में पिताजी मेरे उस्म के सब जो मेरे दिल के सबसे ऊंचा. അതായത് ഈ പാട്ട് കേൾക്കുമ്പോ ഇത്ര പാവമാണോ ശരിക്കും ഈ ഗഫൂർ കാ ദോസ്ത് എന്ന് നമുക്ക് ഉമ്മ, സെഹറയുടെ ഉമ്മ എടുത്ത് ചോദിച്ചാലാണ് അറിയുള്ളൂ. എവിടെ ഉമ്മ? എവിടെ? ഹായ്. അപ്പൊ എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ആദ്യം ഇതിനൊരു തീരുമാനമായിട്ട് നമുക്ക് ബാക്കി വിശേഷം കിടക്കാം അല്ലെ?
ഈ പാട്ടിലെ വരികൾ പോലെ പാവാണോ ഇദ്ദേഹം? അങ്ങനെ പറയാൻ പറ്റില്ല അല്ലേ? ഇത്ര പാവല്ല, കുറച്ച് പാവം അല്ലേ? അതെ, കണ്ട ഉമ്മ സത്യമായിട്ട് പറഞ്ഞു അല്ലേ? അതാണോ സത്യം? അത് തന്നെയാണ്. പക്ഷെ ചില സമയത്ത് നല്ലൊരാളായിരിക്കും, ചില സമയത്ത് അത് നോക്കാം. ഇനി ഉമ്മയുടെ പേര് പറയൂ. ആരിഫ. ശരി, നമ്മുടെ സെഹറയെ കുറിച്ചിട്ട് പറയൂ. എങ്ങനെയാണ് സെഹറയുടെ ഉള്ളിലെ പാട്ടുകള്? എത്രത്തോളം മിടുക്കിയാണ് പാട്ടിന്റെ കാര്യത്തില്? അവള് പ്രാക്ടീസ് ഒക്കെ ചെയ്യൂ, പിന്നെ കുറച്ച് പഠിക്കാനുള്ള ടൈമില് കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്ത് പിന്നെ പാട്ടിലേക്ക് പോകും. എല്ലാം മോശമില്ല. മൊത്തത്തിൽ മിടുക്കിയാണ്, പഠിത്തത്തിലും മിടുക്കിയാണ്. ഓ മിടുക്കിയാണ്. സൂപ്പർ. ഇനി നമുക്ക് മെയിൻ ആള്, നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് ഗഫൂർ. അപ്പൊ നമസ്കാരം. നമസ്കാരം. യെസ്, ഗഫൂർ പറയൂ, ജീവിതത്തില് സംഗീതമാണ് ഒരു മെയിൻ സംഭവം അല്ലേ? ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത്ര പാടാൻ എനിക്ക് സാധിച്ചിട്ടില്ല, കാരണം ചെറിയ പ്രായത്തിൽ സംഗീതം പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ കുറവ് ഇവർ രണ്ടുപേരിലൂടെയും നികത്താൻ വേണ്ടി ചെറുപ്പത്തിലെ അവളെ സംഗീതത്തിന് ചേർത്തു. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് എന്നാണ് ഇവന്റെ പേര്. ഷെയ്ഖ് മുഹമ്മദ്. അവനും പാട്ടുകാരനാണ്. ഗഫൂർക്ക വളരെ സപ്പോർട്ടീവാണ്. അതുപോലെ പാട്ടിന് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് എന്ത് പ്രോഗ്രാമിനൊക്കെ ഇവരെ കൊണ്ടുപോകും, അതിന്റെ ഒരു ഏതറ്റം വരെ കൊണ്ടുപോകും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരു ഓർക്കസ്ട്ര ടീം ഉണ്ടല്ലേ? ഞങ്ങൾക്കുണ്ട്, അച്ഛനും മക്കളും കൂടെ ഒക്കെ ചേർന്നിട്ട്. അതിന്റെ പേര് സെഹറ ഗഫൂർ ഷെയ്ഖ് ഓർക്കസ്ട്ര എന്നാണ് അറിയപ്പെടുന്നത്. സെഹറ ഗഫൂർ ഷെയ്ഖ് ഓർക്കസ്ട്ര. ഷെയ്ഖ് ഇവന്റെ പേരാണ്, സെഹറ ഗഫൂർ. അതെ. അപ്പൊ ഈ ഓഡിയൻസിന്റെ ഒരു ഇതെങ്ങനെയാണ്? നിങ്ങൾ പാട്ട് പാടുമ്പോ സെഹറേനെയാണോ കൂടുതൽ, അതേ ഷെയ്ഖിനാണോ, അതേ നമ്മുടെ ഗഫൂർക്കെയാണോ? ശരിക്കും സെഹറക്കാണ് ഇപ്പൊ ഫാൻ ഫോളോവേഴ്സ്. അപ്പോ എനിക്ക് വയ്യ. നോട്ടുമാലയൊക്കെ കിട്ടിയിട്ടുണ്ടോ? നോട്ടുമാല അതൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇവരുടെ ഓർക്കസ്ട്രയിലെ മെയിൻ ഗായകനാണ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ്. ഷെയ്ഖ് മുഹമ്മദിനെ പരിചയപ്പെടാനുള്ള സമയമാണ്. മൈക്ക് മേടിക്കൂ, എന്നിട്ട് പറ എന്താ വിശേഷം. ആ പേരിന്റെ ഒരു എടുപ്പെങ്കിലും കാണിക്കേ. ഹായ് എന്ന് പറ. ഹായ്. അയ്യോ, എന്ത് ചെയ്യണു ഷെയ്ഖ്? പഠിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് ഇവര് 3 പേരും ഉള്ള സ്ഥിതിക്ക് ഇവരുടെ 3 പേരുടെയും കൂടി ഒരു പാട്ട്, ഒരു 2-3 വരി നമുക്ക് കേട്ടാ കൊള്ളാന്നുണ്ട്. ഓക്കെ, നിങ്ങക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. കൊണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി 4 കയ്യിൽ ഉണ്ട് പ്രിയേ, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദിർഹവുമില്ല പ്രിയേ. അപ്പൊ നിങ്ങളുടെ സെഹറ ഗഫൂർ ഷെയ്ഖ് ഓർക്കസ്ട്രയുടെ ഒരു ചെറിയ വേർഷനാണ് നമ്മൾ ഇവിടെ കേട്ടത്. അവരുടെ ബാക്കി പെർഫോമൻസ് സ്റ്റേജിലാണ്. അതിനുള്ള ഭാഗ്യം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം.